ഞാൻ ശൃംഗാരക്കയും വീശി ഇന്നെന്റെ മുന്നിൽ അവരെ കൊണ്ട് പോകും. സിന്ദൂര പൊട്ടു തൊട്ട് ശൃംഗാരക്കയും ബാക്കി പൈസ ഇന്നെന്റെ മുന്നിൽ. അതെ, ഇത്രയും ചെറിയ പെട്ടിക്ക് നിങ്ങൾ ലഗേജ് ടിക്കറ്റ് എഴുതി ഞാൻ കാശും തന്നു. പക്ഷെ ഞാൻ നിങ്ങളെ ചെറുതായിട്ടൊന്ന് ഉപദേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളൊരു ഇടത്തരക്കാരനായിരിക്കുമല്ലോ, ഞാനും ഒരു ഇടത്തരക്കാരനാണ്. ഒരിടത്തരക്കാരൻ വേറൊരിടത്തരക്കാരന്റെ കഴുത്ത് പിടിച്ച് ജനിക്കരുത്. സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ മുദ്രാവാക്യത്തിൽ മാത്രം പോരാ, പ്രവൃത്തിയിലും വേണം. ഓൾ ദി ബെസ്റ്റ്. ഇവിടെ ആരും ഇല്ലേ? ഒന്ന് നിക്കണേ, ഒന്ന് നിക്കണേ. കത്തില്ല. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ. കത്തില്ല. ഭ്രാന്തരായിരിക്കും. मेरे सपनों की रानी कब आएगी तू, आए रुत मस्तानी. എവിടേക്കാണോ? പെട്ടിയും ബാഗും ഒക്കെ ഇതിനകത്ത് വയ്ക്കാം, കേറിക്കോളൂ. ഈ സ്കൂളിൽ ആരെയും കാണുന്നില്ലല്ലോ. കാണില്ലല്ലോ, സ്കൂള് നിർത്തി, കേസിലാ. കേസോ? എന്ത് കേസ്? എങ്ങനെയുള്ള കേസ്? ഈശ്വര, എന്റെ രൂപ. മാധവൻ എഴുത്തച്ഛൻ മരിച്ചപ്പോ. മാധവൻ എഴുത്തച്ഛൻ മരിച്ചെന്നോ? എടോ, ചങ്കക്കുത്തുന്ന വർത്താനം പറയരുത്. എന്നെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി 30,000 വാങ്ങിച്ച മാനേജർ മരിക്കാനോ? നിങ്ങളുടെ രൂപ വാങ്ങിച്ചവർക്ക് മരിക്കാൻ പാടില്ലേ? നേരാണോ താൻ പറയുന്നത്? നോണ പറയേണ്ട കാര്യമാണോ ഇത്? എന്റെ ഭഗവതി, ഈ കടുങ്കൈ എന്നോട് വേണമായിരുന്നു. അപ്പൊ എടോ, ഇപ്പോഴത്തെ മാനേജർ ആരാണ്? അതൊന്നും എനിക്കറിയില്ല. ഞാൻ വേണേ എഴുത്തച്ഛന്റെ വീട്ടിൽ കൊണ്ടുവിടാം, അവിടെ ചോദിച്ചോളൂ. രാഹുകാലം നോക്കി വിഘ്നേശ്വരന്റെ അമ്പലത്തിൽ തേങ്ങ ഉടച്ച് യാത്ര പുറപ്പെട്ട എനിക്കാണോ ഈശ്വര ഈ വിധി? വണ്ടി വിട്. ഹൈ. ആരാ? എടോ, ഇങ്ങോട്ട് വാ. എവിടുന്ന്? എവിടെന്നെങ്കിലും ആവട്ടെ, ഇപ്പോഴത്തെ സ്കൂൾ മാനേജർ ആരാണെന്ന് വെച്ചാൽ വിളിക്കൂ. P.K. സുധാകരൻ വന്നിട്ടുണ്ടെന്ന് പറയൂ. സ്കൂളിൽ ചേരാൻ വേണ്ടി 30,000 രൂപ എണ്ണി കൊടുത്ത P.K. സുധാകരൻ. അയാൾ മരിച്ചപ്പോ എന്നെ എന്താ വിവരം അറിയിക്കാതിരുന്നത്? സ്കൂളിൽ ചെന്ന് നോക്കിയപ്പോ കുറെ എരുമകൾ മാത്രമുണ്ട് അവിടെ. ഇവിടെ അവിടെ നിൽക്ക്. ഒരാൾ പെട്ടിയും ബേഗൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ ഒന്ന് ഇരിക്കാനെങ്കിലും പറഞ്ഞിട്ട് പോയിക്കൂടെ? ഇവിടെ വന്നത് ഞാൻ പറഞ്ഞിട്ടാ. ഉക്കാരെങ്കിലും ഉക്കാര്. ഉക്കാരാനോ? ആരാ ഇപ്പോഴത്തെ മാനേജർ? സ്കൂൾ മാനേജർ ആരാണെന്നാ ചോദിച്ചത്. ഒരു P.K. സുധാകരന്റെ കയ്യിൽ നിന്ന് 30,000 രൂപ വാങ്ങിച്ചത് അയാൾ പറഞ്ഞിട്ടില്ലേ? TTC ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ സുധാകരൻ ജോയിൻ ചെയ്യാൻ ഒരു ദിവസം വൈകിയാൽ അത്രയും സീനിയോറിറ്റി പോകും. ഇൻക്രിമെന്റ്, പ്രോവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, പെൻഷൻ ആകുന്ന സമയം, പെൻഷൻ കമ്മ്യൂട്ട് ചെയ്യുമ്പോ പോലും പ്രശ്നമാണ്. ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോ നമ്മൾ സ്കൂൾ തുടങ്ങണ്ടേ? പറയൂ. എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? ആരാണ് കേസ് കൊടുത്തത്? എന്താണ് ഇവിടുത്തെ പ്രശ്നം? ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് മിണ്ടുന്നേ. അത് ഏത്? കൊഞ്ചം പൊറുമയാ പേസ. കത്താതെ. കത്താതെയോ? എന്ത് കത്താതെ? താൻ മലയാളി അല്ലെങ്കിൽ വായ് പൂട്ടി നിൽക്ക്. എന്താ മാഷല്ലേ? നിങ്ങൾ ആരാണ്? ആ കുതിരക്കാരൻ പറഞ്ഞു മാഷ് വന്നിട്ടുണ്ടെന്ന്. എഴുത്തച്ഛൻ മാഷയുടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. വിവരങ്ങളൊക്കെ അറിയാലോ. ഞങ്ങൾ എഴുത്തച്ഛന് സുഹൃത്തുക്കളാ. എനിക്ക് സുഹൃത്തുക്കളെയൊന്നും കാണണ്ട. ഇപ്പോഴത്തെ മാനേജർ ആരാണെന്ന് പറയൂ. സ്കൂള് നടത്തിയപ്പോ സ്റ്റേയില്ല. പാർട്ടീഷന് വേണ്ടി കേസ് കൊടുത്തു. എന്നാ കേസ് കൊടുത്ത ആളെ വിളിക്കൂ. അയാൾ ഇവിടെ അല്ല താമസം. എഴുത്തച്ഛന്റെ ആദ്യത്തെ ഭാര്യയല്ല മോന. ഓഹോ, അപ്പൊ എഴുത്തച്ഛന് ആകെ മൊത്തം എത്ര ഭാര്യമാരുണ്ട്? അതൊന്നും മാഷ് അന്വേഷിക്കണ്ട. പിന്നെ
എന്റെ പ്രശ്നം ആര് സോൾവ് ചെയ്യും ഹേ? ഈ എഴുത്തച്ഛൻ എന്ന് പറയുന്ന മനുഷ്യൻ മരിക്കുമ്പോ വിൽപ്പത്ര എഴുതി വെച്ചിട്ടില്ലേ? ഇല്ല. തൊലച്ചു. 2ഉം 3ഉം ഭാര്യമാരും മക്കളും ഒക്കെ ഉണ്ടെങ്കിൽ മരിക്കുമ്പോ ഇയാൾക്കൊരു വിൽപ്പത്ര എഴുതി വെച്ചൂടെ? ഈശ്വര, എന്റെ 30,000. ആ പ്രഭാകരൻ വിചാരിച്ചാലേ മാഷ്ട പ്രശ്നം പരിഹരിക്കാൻ പറ്റൂ. ഏത് പ്രഭാകരൻ? ഈ കേസ് കൊടുത്ത പ്രഭാകരൻ. മാഷ്ട പ്രശ്നം പറ. സ്കൂളിന്റെ സ്റ്റേ ഒഴിവാക്കി തരാൻ അയാൾ വിചാരിച്ചാലേ പറ്റൂ. അതെ, പ്രൊപ്പറേറ്റർ ഈ പ്രഭാകരൻ സ്ഥലത്തുണ്ടോ? ദാ അവിടെ ഉണ്ട്. മിസ്റ്റർ ഈ പ്രഭാകരൻ? അതെ. ഞാൻ പി കെ സുധാകരൻ. നിങ്ങളുടെ അച്ഛൻ മാധവൻ എഴുത്തച്ഛൻ എന്റെ 30,000 രൂപ വാങ്ങുകയും എന്നെ സ്കൂളിൽ മാഷായിട്ട് അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തതാണ്. ഒരു ഇഞ്ചക്ഷൻ മൂലം നിങ്ങൾ സ്കൂൾ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചതായിട്ട് അറിഞ്ഞു. സ്കൂൾ എന്ന് പറയുന്നത് ഭാവി ഭാരതത്തിന്റെ ഭരണചക്രം തിരിക്കുന്ന പ്രജകളെ വാർത്തെടുക്കുന്ന മഹത്തായ ഒരു സ്ഥാപനമാണ്. വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചം നിഷേധിക്കുന്നത് ശരിയാണോ? സമ്പൂർണ്ണ സാക്ഷരതയ്ക്ക് വേണ്ടി ജനലക്ഷങ്ങൾ പടമരുന്നത് ഈ കാലഘട്ടത്തിൽ നിങ്ങളെ പോലൊരു മനുഷ്യനിലേക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. ഇറങ്ങടോ, ഏ? ഇവിടുന്ന് ഇറങ്ങാൻ. ഏ? ഈ പ്രാന്തനെ പിടിച്ച് ഗേറ്റിന് വെളിയിൽ കൊണ്ടാക. ഭ്രാന്തനോ? ഞാൻ തന്റെ കയ്യിൽ നിന്ന് കാശൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ. കോടതി നിങ്ങളെ മാനേജരാക്കിയാൽ എനിക്ക് സ്കൂളിൽ ജോലി കിട്ടണം. എന്റെ അപ്പോയിന്റ്മെന്റ് പേപ്പറുകളൊക്കെ എയുടെ കയ്യിലുണ്ട്. ഞാനേ ആ സ്ഥലം കിട്ടിയാൽ ആദ്യം ഷെഡ് പൊളിച്ചങ്ങ് മാറ്റും. എന്നിട്ട് അവിടെ റബ്ബർ തൈ നടും. അപ്പോഴോ? റബ്ബർ നടാനോ? അപ്പൊ എന്റെ 30,000? എടോ മനുഷ്യ, ഇങ്ങനെ മനസാക്ഷിയില്ലാതെ സംസാരിക്കരുത്. പിടിച്ച് പുറത്താകണം. എന്റെ പെട്ടി പറയാനല്ലേ പറഞ്ഞു? ഞാൻ കാണിച്ചു തരാം. ഇതങ്ങനെ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. ധർമ്മവും നീതിയുമില്ല ഈ നാട്ടില്. ന്യായം ചോദിക്കാൻ വന്നവനെ ഭ്രാന്തരാക്കാണ് വേണ്ടത്. റബ്ബർ നമുക്ക് കാണാം. നിയമവും കോടതിയും എല്ലാ ഇന്ത്യ പൗരന്മാർക്കും തുല്യാണ്. അത് മനസ്സിലായി.